ഒപ്പം എന്നെപ്പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ചലച്ചിത്ര നടി ലക്ഷ്മി പ്രിയ കാക്കനാട് ഇൻഫോ പാർക്ക് സൈബർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. നടി അൻസിബയുമായി ഉണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് തനിക്കെതിരെ യൂട്യൂബിൽ വളരെ വ്യാപകമായി മോശം വീഡിയോകൾ പ്രചരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിനെ തുടർന്ന് അതിന് താഴെ വളരെ മോശം കമൻറ്റുകളും തനിക്കെതിരെ വളരെ സംഘടിതമായി നടക്കുന്നു. അപ്പോൾ ഇത്തരം നടക്കുന്ന ക്യാമ്പയിനുകൾക്കെതിരെ അത്തരം വീഡിയോകൾ നീക്കം ചെയ്യണം, അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്തവർക്കെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സൈബർ സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത് അൻസിബയുടെ കേസ് തള്ളിയതിനു ശേഷം, ഇതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമൻസുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെപ്പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷനൊക്കെ കൊടുക്കുകയാണ്, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമൻസുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. എന്ത് പറഞ്ഞ് തീർച്ചയായിട്ടും പരാതി എടുക്കാൻ വേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യും. ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വരുന്നതിന് തുടർച്ചയായിട്ട് വരുമ്പോൾ ഈ പോലീസിന് ഒരു പരിധി ഉണ്ടാവുക. കമന്റ് അല്ലല്ലോ പെർട്ടിക്കുലർ ആയ ചില ആൾക്കാർ ഇരുന്നു കൊണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണോ? അല്ല, യൂട്യൂബിലാണ്. യൂട്യൂബും ഉണ്ട്, ഫേസ്ബുക്കിലും ഞാൻ കാണുന്നുണ്ട്. പോസ്റ്റുകൾ ഇടുന്നുണ്ട്. പോസ്റ്റുകളല്ല, എന്നെ പറ്റിയിട്ട് അപകീർത്തികരമായ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ വീഡിയോകൾ, വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത യൂട്യൂബ് വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വളരെ മോശം, ലജ്ജാകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള, അതും ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്തയില്ല. ഇപ്പം അഭിമാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷനൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഒരു സ്ത്രീയാണ്, എതിരെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ, കൂടെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ. അപ്പം അത് പോലും നോക്കാണ്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം വീഡിയോസ് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. നീക്കം ചെയ്യണം എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. എനിക്കറിയില്ല, അതൊക്കെ നമ്മൾക്ക് ഊഹാപോഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവരത് വേണ്ട പോലെ നോക്കട്ടെ.